ഹായ്, ജാസു മോളെ എടുത്ത് എയറിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അൻസു. അവൾക്ക് ഇച്ചിരി സൂക്കേട് കൂടുതലാണ്. ഞാൻ പണ്ടേ പറയണ ഒരിടത്ത് മിണ്ടാണ്ട് കുത്തിയിരുന്നതാണ്. പക്ഷേ പെർഫോമൻസ് വന്നപ്പോൾ ആൾ സ്കോർ ചെയ്ത് മുന്നേറി. നിങ്ങൾ കണ്ടോ? ശ്രദ്ധിച്ചോ? അൻസിപ്പ ഏത് നേരം നോക്കിയാലും കാലം നീട്ടി വീട്ടിൽ വലിയ കാരണവരെ പോലെ കയറി ഇരുന്നു കൊണ്ട് അത്യാവശ്യം വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിരിക്കുകയായിരുന്നു ഇതുവരെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ പതിവിൽ നിന്ന് വിപരീതമായി നന്നായി അധ്വാനിച്ച ഒരു അൻസിബയെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുഴുക്ക കണ്ടത്. അപ്പോൾ അധ്വാന ഭാരം എന്താണ് എന്ന് അവർക്ക് മനസ്സിലായ സ്ഥിതിക്കും അവർ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ടായിരുന്നു. നോറ പറഞ്ഞ ചില കാര്യങ്ങളിൽ അൻസിബ നന്നായി പെർഫോം ചെയ്തു. എല്ലാവർക്കും വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തൻ്റെ അസുഖം പോലും മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൂടുതൽ ഇറങ്ങി നിന്നു. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കിച്ചൺ പ്രോഗ്രാമാണ്. ഇറങ്ങി നിന്ന് ചെയ്തു. ഓരോ തവണ വന്ന് ഓരോരുത്തരുടെ റിക്വസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ടീമായി എല്ലാവരും ചേർന്ന് ചെയ്യേണ്ട ഒരു ജോബാണ്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത അൻസിബയുടെ ടീം അംഗങ്ങളെല്ലാം തന്നെ ഉഴപ്പന്മാരും ഉഴപ്പത്തികളും മടിയന്മാരും മടിച്ചികളുമായിരുന്നു. മറ്റുള്ളവർ സ്വമേധയാ വന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം അന്യമുള്ളിലേക്ക് പോകണമല്ലോ. പൊതുസമൂഹത്തിനൊരു രീതിയുണ്ട്, എൻ്റെ കുട്ടിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, അതൊരെന്തോ ക്രെഡിറ്റ് പോലെയാണ് പറയണത്. ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചായയൊക്കെ ഇട്ട് കൊണ്ടുവരാൻ ഞാൻ ഉപദേശിക്കുമ്പോൾ അതിനെ എടുത്തു വെച്ച് കളിയാക്കിയ പലരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആമ്പിള്ളേരെ കൊണ്ട് ചായയൊക്കെ ഇട്ട് കുടിപ്പിക്കുന്നു, അതെന്തോ പുരോഗമനവാദമാണെന്നാണ് പറയുന്നത്. ആണോ പെണ്ണോ ചാണനോ ചുന്നനോ ചക്കടിയനോ എന്ത് കുന്തമോ എന്ത് തന്നെയായിരുന്നാലും സർവൈവലാണത്. നമ്മൾ ഒരിടത്ത് പെട്ടുപോയാൽ നമ്മൾക്ക് മുന്നേറി വരാനുള്ള പ്രാഥമികമായ ഒരു സാധനം, അതായത് ആദ്യം ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കേണ്ടത് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കൽ എന്നാണ്. അത് ആൺ പെൺ വ്യത്യാസമില്ല. പല പ്രവാസികളെയും ശ്രദ്ധിച്ചു നോക്കിയാൽ നല്ല കുക്കിംഗ് അതായത് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നവർ പ്രവാസികളാണെന്ന് ഞാൻ പറയും. കാരണം അവർ പെട്ടുപോയൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പഠിക്കും. ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന നല്ല പ്രവാസികളുണ്ട്. അത്രയും പെർഫെക്ഷനിൽ പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല. വീട്ടമ്മയായി നിൽക്കുന്ന ഹൗസിൽ മാത്രം താമസിക്കുന്ന, വേറെ പുറത്തൊരു പണിക്ക് പോകാത്ത വീട്ടു ജോലി മാത്രം ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് പോലും സാധിക്കാത്തത് പ്രവാസികളായ ആണുങ്ങൾക്ക് പറ്റും. അതിൻ്റെ റീസൺ അവർ പെട്ടുപോയൊരു സാഹചര്യം, അവിടെ വെച്ചുണ്ടാക്കിയ എക്സ്പെരിമെൻറ്റ്, അങ്ങനെ ഉണ്ടാക്കി പഠിച്ച് അവസാനം അവർ നല്ല കുക്കുകളാകും. അപ്പോൾ ഇത് ആൺകുട്ടികൾക്ക് നിർബന്ധമായും ബാധകമായ ഒരു കാര്യമാണ്. ആൺകുഞ്ഞുങ്ങളെ നിർബന്ധമായും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പാചകം തന്നെയാണ്. അപ്പോഴേക്കും നമ്മൾ പെൺകുട്ടികളെ അങ്ങ് വിട്ടോ എന്നാണ്. പുരോഗമനവാദം വീട്ടിൽ കയറിയാൽ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട എന്നും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ ഡ്രസ്സ് ഇട്ട് കൊടുക്കണമെന്നും ആൺകുട്ടികളെ പെൺകുട്ടികളെ പോലെ വളർത്തണം എന്നതുമാണെന്ന് എവിടെയോ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തുവാണ് ഇങ്ങനെ പറയുമ്പോൾ ഒരു ക്രെഡിറ്റ് പോലെ മിക്ക മാതാപിതാക്കളും കണക്കാക്കുന്നത് തെറ്റാണ്. ആണായാലും പെണ്ണായാലും അത്യാവശ്യം വേണ്ടത് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. ചായയെങ്കിലും ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എനിക്ക് ബുൾഷ്യ ചെയ്യാൻ അറിയാം, എനിക്ക് ബ്ലഡ് ചൂടാക്കാൻ അറിയാം. ഇതൊക്കെ ക്രെഡിറ്റ് ആയിട്ട് അവിടെയുള്ള പല മത്സരാർത്ഥികളും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. റസ്മിൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചായ ഇടാൻ അറിയാം. ഇതൊരു ക്രെഡിറ്റ് ആണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു ഏജ്, അതൊരു കുഞ്ഞാവ കളിക്കുന്ന ഒരു ഏജും അല്ലല്ലോ. 12-13 വയസ്സ് തൊട്ടേ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. തിരിച്ചറിവുണ്ടാകുന്ന സമയം തൊട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് പാചകം എന്നുള്ളത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ജാസ്മിൻ്റെ മാതാപിതാക്കൾ ഹഠത്താ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷയം എന്നല്ല, മൊത്ത വിഷയത്തിൽ പോക്കാണ്. ആ മകൾ കാണിക്കുന്ന എല്ലാ പേക്കൂത്തിനും മാതാപിതാക്കളെ ക്രൂശിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഇത്രയും നേരം വിവരിച്ചത്. മാതാപിതാക്കൾ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇത്രയും നാൾ ഫോക്കസ് ചെയ്തിരുന്നത് ജാസ്മിൻ്റെ കാലുകളിലേക്കായിരുന്നു. കാലുകൾ വൃത്തിഹീനമാണെന്നും ബാത്റൂമിൽ പോലും കാലുകളിൽ ചെരുപ്പിടാത്ത ഒരു വൃത്തികെട്ട പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ മൂക്കളയിട്ട് ചായ ഉണ്ടാക്കി നമുക്കൊക്കെ തന്നു, അല്ല മത്സരാർത്ഥികൾക്ക് കൊടുത്തു. അങ്ങനെയുള്ളൊരു കുട്ടി പിന്നെ അടുക്കളയിലേക്ക് ഇട്ടത് തന്നെ തെറ്റ് ആയ സ്ഥിതിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും സമാധാനത്തോടു കൂടി നോക്കിയ ഒരു കാര്യമാണ് ജാസ്മിൻ അടുക്കളയിൽ ഇല്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ജിൻഡോ ഉൾപ്പെടെയുള്ള അവിടെ ഒരുപാട് പേർക്ക് അതൊരു കംഫർട്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനകത്ത് വലിയ ഇതൊന്നും എടുക്കാതിരുന്നത്. പക്ഷേ നോമിനേഷൻ വന്ന സമയത്ത് അത് കാര്യമായിട്ട് അങ്ങ് എടുത്തു. വളരെ കൃത്യമായി എല്ലാവരും എടുത്തു വെച്ച് അവതരിപ്പിച്ചു. നോറ ഒരു പടി കൂടെ മുൻപോട്ട് പോയി. അവൾ അതേ രീതിയിൽ അവളുടെ ചന്ത സ്വഭാവം, ചന്ത ഭാഷയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ചന്ത തന്നെയാണ് എന്ന് അവളും തെളിയിച്ചു. 2 ചന്തകളും കൂടെ കിടന്ന് അവിടെ അടി കൂടുമ്പോൾ കുറച്ചുകൂടി നന്നായി ബിഹേവ് ചെയ്തത് അൻസിബയാണ്. സൂപ്പറായിരുന്നു. കാരണം അൻസിബയ്ക്ക് അങ്ങനെ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻസിബ കുറച്ചുകൂടി എന്താ പറയണേ, തന്നെ ഇങ്ങനെ ഒരു കുരുക്കിലേക്ക് കൊണ്ടിടേണ്ട ആവശ്യമില്ല എന്നുള്ള രീതി മാറി നിൽക്കുന്നവളാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥിയാണ് അൻസിബ. അവളുടെ ഉള്ളിൽ ആ കഴിവിനെ പുറത്തെടുക്കാൻ പറ്റാത്ത വണ്ണം ഈ പെണ്ണ് അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇതുവരെ അൻസിബയിൽ കണ്ട കുറേയധികം കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അൻസിബയെ മോചിപ്പിക്കുകയാണ്.
എനിക്കിപ്പോൾ അൻസിബയോട് ഒരു ചെറിയ സഹാനുഭൂതി തോന്നി തുടങ്ങിയിരിക്കുന്നു. ദ റീസൺ ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും അവർക്കൊക്കെയുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണെന്നും വയ്യായ്മയിൽ നിന്ന് പോലും എഴുന്നേറ്റ് വന്ന് അവർക്ക് വേണ്ടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊടുത്ത ഡ്യൂട്ടികളൊക്കെ അവൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, അവൾ ഈ ഒരു എവിക്ഷൻ റൗണ്ടിൽ വന്നപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വലുതായിട്ടൊന്നും കളിക്കുന്നില്ല, എനിക്കിങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ പറ്റുന്നില്ല. അതായത് ആ ക്രൗഡഡ് എന്നതിനേക്കാൾ ഉപരി ആ ഒരു വീട്ടിൽ നിന്ന് മാറി മറ്റുള്ളവരിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്നതിനുപരി എനിക്ക് ഇങ്ങനെ ഒരു ഭയങ്കര നോയ്സി ആയിട്ടുള്ള ഒരു ഏരിയയിൽ എന്നെ കൊണ്ട് പറ്റണില്ല എന്ന് ആ കുട്ടി തുറന്ന് എന്നെ സമ്മതിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ കളിക്കുന്നുണ്ടായിരുന്നല്ലോ, എൻ്റെ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിന് മുമ്പ് വന്ന ആ എവിക്ഷനിലേക്ക് അവളെ നയിച്ച കാരണങ്ങൾ ഇവരൊക്കെ പറഞ്ഞ അവരോട് ആരോടും അവൾ ശത്രുതാപരമായി ഇടപെട്ടും കണ്ടില്ല. അതായത് ജാസ്മിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പേഴ്സണൽ ഗ്രഡ്ജ് അത് വെച്ച് അൻസിബ ഇടപെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ നല്ലൊരു മത്സരാർത്ഥിയാണ് അൻസിബ എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ശക്തിയായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ സിബിൻ വന്ന സമയത്താണ് കുറച്ച് സംസാരിച്ചപ്പോൾ പലരും ഇവിടെയും കമൻറ്റ് ചെയ്തായിരുന്നു സിബിൻ്റെ ഒരു സപ്പോർട്ടിലാണ് അൻസിബ അത് സംസാരിക്കുന്നത്. അല്ല, അൻസിബയ്ക്ക് അല്ലാതെ സംസാരിക്കാൻ കഴിയുമെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ തെളിയിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. പിന്നെ അവൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുമരുന്ന് പോടി എന്നുള്ള രീതിയിൽ ചെവി പൊത്തി തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായി ചെയ്തു. എവിടുന്ന് കണ്ടുപിടിച്ചു എന്നറിയത്തില്ല, ബട്ട് സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അൻസുകുട്ടി. എനിക്ക് അൻസിബയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കമ്മിങ് ഡേയ്സിൽ കൂടുതൽ പെർഫോമൻസുമായിട്ട് മുന്നോട്ട് വരട്ടെ, പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയട്ടെ. നോറയെ പോലെ പെട്ടെന്ന് ഓടിപ്പോയി ബാത്റൂമിനകത്ത് പോയി കഥ പറയുന്നതിനുപരി ഇരിക്കുന്നിടത്ത് ഇരുന്ന് തന്നെ കൃത്യമായി അവളോട് അതിനുള്ള മറുപടി അവൾ കൊടുക്കുന്നുണ്ട്. അവൾ പറയുമ്പോൾ ചെവി പൊത്തി പിടിക്കുന്നുണ്ട്. അതായത് റെലവൻ്റായ ഒരു റീസണബിളായ ഒരു കാര്യം പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, ഐ എം സോറി എന്ന് പറയുന്നതിന് പകരം ഞാൻ പിടിച്ച മുയലിന് 34 കൊമ്പ് എന്ന് പറയുന്ന ജാസ്മിന് പറ്റിയ ഒരു എതിരാളിയാണ് അൻസിബ. പക്ഷെ അതിനുള്ള കറേജ് ആ പെൺകുട്ടിക്ക് ഉണ്ടായി വന്നാൽ സൂപ്പർ ഒരു എതിരാളിയെ നമുക്ക് അവിടെ കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഹൗസ് മേറ്റ്സ് തമ്മിൽ തല്ലുമ്പോൾ 2 പോർഷൻ തിരിയേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ട്. പക്ഷെ അവിടെ 2 പോർഷൻ ഉണ്ടാവത്തില്ല, ഒറ്റ പോർഷനേ ഉണ്ടാവും. ജാസ്മിൻ എഗൻസ്റ്റ് ആണ് എല്ലാവരും എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ ഈ ശണ്ട ധാരാളമാണ്. ജാസ്മിനോട് സപ്പോർട്ട് പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ എന്ത് പഠിപ്പിക്കുന്നു അതല്ലേ പുറത്തും ആ കുട്ടിക്ക് കാണിക്കാൻ പറ്റൂ. ഈ പരുവത്തിലുള്ള കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു മടി, ഒരു അലസത ആ പെൺകുട്ടിക്ക് ഉണ്ട് എന്നത് തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് എന്നെ എന്തെങ്കിലും ഒന്ന് സഹായിച്ചാൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് പറഞ്ഞു തന്നാൽ ഞാൻ ഇതൊക്കെ ചെയ്യാൻ തയ്യാറാകുമെന്ന് പറയുന്നിടത്ത് ഒരു വലിയ ഒരു മാനസിക വലിപ്പം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഗബ്രിയുടെ വിഷയമാണെങ്കിൽ പോലും അറിഞ്ഞൂടത്തെ പണിയാണെങ്കിൽ അവൻ പോയി നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. പവർ റൂമിനൊരു പ്രത്യേകതയുണ്ട്, പവർ റൂമിനൊരു പവറുമുണ്ട്. ആ പവറൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു രീതി അത് ജബ്രി അകത്ത് പോയാൽ, അതായത് ജാസ്മിനോ ഗബ്രിയോ അകത്ത് പോയാൽ നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിരന്തരമായി ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടും ഇതിനെതിരെ ആക്ഷൻ എടുക്കാൻ അവിടെയുള്ള ഹൗസ്മേറ്റ്സിന് സമ്മതിക്കുന്നില്ല, അല്ല അവർക്ക് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ബിക്കോസ് സൈക്കോ അണ്ണൻ തന്നെയാണ്. ആര് പൂച്ചയ്ക്ക് മണി കെട്ടും എന്നുള്ളൊരു ടേമിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവൾക്കെതിരെ നോമിനേറ്റ് ചെയ്താൽ ഉറപ്പാണ് പുറത്തേക്ക് വരുമ്പോൾ നല്ല 1ാം ക്ലാസ് ചീത്തവിളി അവളെ വായിൽ നിന്ന് കേൾക്കും. തെറിയല്ല, ചീത്തവിളി. പിന്നെ ഉണ്ടയാണ്, ഉണ്ടംപൊരിയാണ്, ലൊട്ടയാണ്, ലൊടക്കാണ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് കറുപ്പിനെ പറ്റി വളരെ മോശമായി പുറത്തും പറഞ്ഞിട്ടുണ്ട്, അകത്തും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ആക്ഷൻ എടുക്കാതെ അവളെ കൊണ്ട് സോറി പറയിക്കാതെ വീണ്ടും ഇത് തുടർന്നു കൊണ്ടുപോകാനാണ് പ്ലാനെങ്കിൽ ഒന്നും പറയാനില്ല. ലാലിനും അതേ സ്വഭാവമാണെന്ന് പറയേണ്ടി വരും. തച്ചര് പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.